ഹലോ, അപ്പോൾ ഇന്നാണ് ഡേ 3 ഓഫ് മൈ 14 ഡേയ്സ് ഡയറ്റ് പ്ലാൻ. രാവിലെ 5 മണിക്ക് എണീറ്റപ്പോഴുള്ള സീനാണ്. നല്ല മഞ്ഞ് മൂടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല തണുപ്പാണെന്ന്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ വെയിലായിരിക്കും. രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിൽക്ക് ടീ വിത്തൗട്ട് ഷുഗർ കുടിച്ചു. ഹാഫ് കപ്പേ കുടിച്ചുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. So this is the second day. Actually, third. No, the second. Third day. Second day was yesterday. Yeah. So we're going to school now. So actually we were supposed to reach here at 6. ഇന്ന് മിയനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ട ഞാനാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നോൺ സ്റ്റോപ്പ് സംസാരമായിരുന്നു. ഇതാണ് മിയയുടെ സ്കൂള്. മിയ പോകുന്നത് കാണാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇതൊക്കെ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചൂടുമായിരുന്നു. അങ്ങനെ കുറേ നടന്ന് വേർത്ത് കുളിച്ച് ഞാൻ വീടെത്താറായി. വേർത്ത് കുളിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടൊക്കെ വന്നതിന് ശേഷം ഒരു കപ്പ ചിയാ സീഡ് കുടിച്ചു. ചിയാ സീഡ് കുടിക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരു ക്ലെൻസ് ചെയ്തൊരു ഫീലിംഗ് ആണ്. അതെല്ലാം കുടിച്ച് ഒന്ന് റിഫ്രഷായി. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ 2 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറുമാണ് എടുത്തത്. ഇഡ്ഡലി എന്തുകൊണ്ടും ലോ കാലറിയും ലോ ഫാറ്റും ആണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീനും ഹൈ ഫൈബർ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ചൂസ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. ഒരു 11 o'clock ആയപ്പോൾ ഒരു ഹാഫ് കപ്പ് ഞാൻ ബട്ടർ മിൽക്ക് കുടിച്ചായിരുന്നു. ഇതിലൊരു കുക്കുംബറും കാന്താരി മുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിയായപ്പോൾ ഞാൻ 2 വീറ്റ് ദോശ കഴിച്ചു. അതിനോടൊപ്പം സാൽമൺ മുളകിട്ട് കറിയും ഉണ്ടായിരുന്നു. 2 കഷ്ണമാണ് എടുത്തത്. ദോശ ചുട്ടപ്പോൾ ഞാൻ അതിൽ എണ്ണ പുരട്ടിയിട്ടില്ലായിരുന്നു. ഒരു 4 PM ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ 2 ഡേറ്റ്സ് കഴിച്ചായിരുന്നു. എനിക്ക് കുറച്ച് ക്രേവിങ് തോന്നിയപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ കട്ടൻ കാപ്പി കുടിച്ചായിരുന്നു വിത്തൗട്ട് ഷുഗർ. അതിൽ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങ നീരും ചേർത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് ഷുഗർ ക്രേവിംഗ് ഉള്ളവർക്ക് ഒരു 1 or 2 ഡയറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. എന്നും കഴിച്ചില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിച്ചാൽ നല്ലതായിരിക്കും. അയൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അധികം ക്ഷീണം തോന്നത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ക്രേവിംഗ് അങ്ങ് മാറിക്കിട്ടും. ഡിന്നർ ആസ് യൂഷ്വൽ 8 PM മുമ്പ് കഴിക്കാൻ തന്നെ ശ്രമിച്ചു. ഞാൻ 2 ചപ്പാത്തി ചുട്ട് 2 ചപ്പാത്തിയാണ് കഴിച്ചത്. അതുപോലെ തന്നെ ഗ്രേവിക്കായിട്ട് ഞാൻ ഉച്ചത്തെ ഫിഷ് കറി, സാൽമൺ കറിയിൽ ഞാൻ ഗ്രേവി മാത്രമേ എടുത്തുള്ളൂ. സാൽമൺ ഫിഷ് കറിയിൽ ഗ്രേവി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്തത് കഴിച്ചു. അതോടൊപ്പം ഒരു 3 piece ചിക്കൻ. ഈ ചിക്കൻ ആക്ച്വലി ഞാൻ എയർ ഫ്രൈ ചെയ്താണ് എടുത്തത്, ഓയിൽ അല്ലാണ്ട്. ഞാൻ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം എയർ ഫ്രൈ ചെയ്ത് ബട്ടർ ഒന്ന് ജസ്റ്റ് ശകലം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സോ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ. സോ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പറയുക, കറക്റ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.